Hi, I'm Dr. Gayatri, physician Changavalli Remedium. Today we have Dr. Shani with us. She's a senior physician Changavalli Vaidhyabhavan. ഇന്ന് നമ്മൾ വളരെ പ്രിവലൻ്റ് ആയിട്ട് നമ്മൾ സെനാരിയോയിൽ കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. ഒരുപാട് ഡിസ്കഷൻസ് ഈ ടോപ്പിക്കിൽ നമ്മൾ പോകുന്നുണ്ട് നമുക്കറിയാം. സോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ആയുർവേദത്തിൽ എന്താണ് വന്ധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ എന്ത് മെഷേഴ്സ് ഓർ മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഡോക്ടർ, ഇനീഷ്യലി നമുക്ക് ആ ഒരു കോൺവെർസേഷനിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ആയുർവേദത്തിൽ വന്ധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ? ഫസ്റ്റ് നമ്മൾ റീസൺ കണ്ടുപിടിക്കണം. റീസൺ വൈസാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓരോ റീസണിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇൻഫെർട്ടിലിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ അത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പ്രിഫർ ചെയ്യുന്നതിൻ്റെ റീസൺസ് ഒക്കെ? അത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒട്ടും കൺസീവ് ചെയ്തിട്ടില്ലാത്തൊരു കണ്ടീഷനാണ്. ലൈഫ് ടൈം നോക്കുമ്പോൾ ഒട്ടും കൺസീവ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ വൺസ് ഓർ ട്വൈസ് കൺസീവ് ചെയ്തതിന് ശേഷം പിന്നീട് ട്രൈ ചെയ്യുമ്പോൾ കൺസീവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ രണ്ട് ടൈപ്പിലും ട്രീറ്റ്മെൻറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ കംപ്ലീറ്റ്ലി ആയുർവേദം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ മെത്തേഡ്സ് ആണ്? അത് മെയിനായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ റീസൺ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ ചില കേസുകളിൽ പാർട്ട്നേഴ്സിന് രണ്ടു പേർക്കും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള കണ്ടീഷൻസ് നമ്മളടുത്ത് വരാറുണ്ടല്ലോ. അതായത് അവരൊരുപാട് കാലം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ടാവും, അതിലൊന്നും രണ്ട് പേർക്കും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്ന കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പോൾ അവർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്പേമും ഓവും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, നല്ലൊരു ഗർഭധാരണത്തിനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക, അതിന് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ട് രീതിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. മെൻ്റൽ സപ്പോർട്ടും കൊടുക്കണം, ഫിസിക്കൽ സപ്പോർട്ടും കൊടുക്കണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു തയ്യാറെടുപ്പാണ് ശരിക്കും ഇതിൽ വേണ്ടത്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത്. ട്രീറ്റ്മെന്റിൽ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ട്രീറ്റ്മെന്റ് നമ്മൾ OP ബേസിസിലും ചെയ്യാറുണ്ട്, IP ആയിട്ടും ചെയ്യാറുണ്ട്. IP ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടീഷൻ വൈസ് ആണ്, എന്നാലും നമ്മൾ ജനറലായിട്ട് ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. പിന്നെ രണ്ട് പേർക്കും, അതായത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു പാർട്ട്ണർ ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്, മറ്റൊരാൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് പേർക്കും കൂടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കാരണം ഒരു സൈഡ് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുമ്പം ഈ രണ്ടും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ കൺസീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ട് പേർക്കും എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുമുണ്ട്. അതേപോലെ തന്നെ വളരെയധികം റിലാക്സേഷൻ അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ IPD OPD കേസസ് കൂടുതലായിട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ഏത് ടൈപ്പിലുള്ളതായിരിക്കും? അതും ഇപ്പോൾ OPD മാത്രം ഒരു കൺസേൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റേണൽ മെഡിക്കേഷൻസിൽ മാത്രമാണോ? ഇന്റേണൽ മെഡിക്കേഷൻസ് കൊടുക്കും. ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ OP ബേസിസിൽ തന്നെ കറക്റ്റ് ചെയ്ത് പോകും. ചില കേസുകളിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒബീസിറ്റി ഒരു റീസൺ ആവാം, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസുകളാവാം, അതല്ലെങ്കിൽ യൂട്രൈൻ പ്രോബ്ലംസ് എന്തെങ്കിലും ആവാം. എന്താണെങ്കിലും അത് കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമ്മൾ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എന്തെങ്കിലും ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ? ഇല്ല, നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫുള്ളി പേഴ്സണലൈസ്ഡ് ആണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഇപ്പോൾ ഇതിന് എത്രത്തോളം റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഫോഴ്സിങ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളമാണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും? ഔട്ട്കം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി കേസുകൾ ചെയ്യുന്നുണ്ട്. കുറേ വർഷമായിട്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി കേസുകൾ നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മൾ ചങ്ങമ്പള്ളിയുടെ കുട്ടികളെന്ന് പറയുന്ന കുട്ടികളുണ്ട്. അതെ, ഇപ്പം വളരെ നമ്മളിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ആൾക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം. ഈ ഒരു പിരിമുറുക്കത്തിന്റെ ഇടയിൽ ഇതിനെ കൂടുതലായിട്ട് ഇതിനെ വേഴ്സൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് സപ്പോർട്ടീവ് കെയർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും മൊഡാലിറ്റീസും ചെയ്തു ചെയ്യാനുണ്ട്. അത് ശരിക്കും പേഴ്സണലി അവർ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ഇവിടെ ഉണ്ട്, ഹസ്ബൻഡ് ചിലപ്പോൾ ഗൾഫിലാവാം, പിന്നെ വൈഫ് നാട്ടിലുണ്ടാവും, അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ച് വരുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും വേണ്ടത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുക, അവർ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മാനസിക പിരിമുറുക്കം ഒരുവിധം എല്ലാ പേഷ്യൻസിലും നമ്മൾ കാണുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റി വരുന്നത്. അപ്പോൾ അവരെക്കാളും കൺസേൺ നാട്ടുകാരാവും. അപ്പോൾ അവർ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അധികം പേഷ്യൻസ്. നമുക്ക് സൈക്യാട്രി സെക്ഷൻ വേറെ ഉണ്ട്, അപ്പോൾ അതിന് അനുസരിച്ചുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊപ്പം യോഗ,
പിന്നെ എക്സസൈസുകൾ, ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കിപ്പം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഇപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ യൂട്രൻ അബ്നോർമാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു PCOD കണ്ടീഷനോ തൈറോയിഡ് കണ്ടീഷനോ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് രീതിയിലാണ് അതിന് ട്രീറ്റ്മെന്റ്? അത് കറക്റ്റ് ചെയ്യും. ആദ്യം റീസൺ കറക്റ്റ് ചെയ്തിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക്, അതായത് കൂടുതൽ ഹെൽത്തിയർ ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസ് തന്നെയാണ് ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഏത് രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം നല്ലൊരു സെഷൻ ആയിരിക്കും എന്ന് ഞാനും വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ.